ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പം കഴിഞ്ഞ ഒരു വീഡിയോയിൽ HSA ഫിസിക്കൽ സയൻസിൻ്റെ സിലബസ് ബ്രേക്ക് ഡൗൺ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് HSA ലാസ്റ്റ് നടന്ന HSA ഫിസിക്കൽ സയൻസിൻ്റെ കട്ട് ഓഫ്, അതുപോലെ തന്നെ നിലവിലെ നിയമന നില തുടങ്ങിയ കാര്യങ്ങളാണ്. അത് ടോപ്പ് മാർക്ക് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെ ഷോർട്ട് ലിസ്റ്റും റാങ്ക് ലിസ്റ്റും ഒക്കെ ഡൗൺലോഡ് ചെയ്യാം, PSCയുടെ സൈറ്റിൽ നിന്ന് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം ആദ്യം തന്നെ ഞാൻ ഇവിടെ ഡിസ്ട്രിക്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അവിടെ വന്നിട്ടുള്ള ടോപ്പ് മാർക്ക്, കാൻഡിഡേറ്റ്സ് ഇൻ മെയിൻ ലിസ്റ്റ്, അതുപോലെ തന്നെ കട്ട് ഓഫ്, ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഡിസ്ട്രിക്റ്റ് കാണാം. ട്രിവാൻഡ്രത്ത് ടോപ്പ് മാർക്ക് വന്നിട്ടുള്ളത് 54ആണ്. അതുപോലെ തന്നെ മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുള്ള കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം 199, കട്ട് ഓഫ് വന്നിട്ടുള്ളത് 30.33 ആണ്. ഇതേപോലെ തന്നെ കൊല്ലം 49 ടോപ്പ് മാർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിൻ ലിസ്റ്റിലുള്ള കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം 98ആണ്. കട്ട് ഓഫ് എന്ന് പറയുന്നത് 31. അതുപോലെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, അല്ലെ, ഇത്രയും ജില്ലകളുടെ ആണ് ഈ ഒരു ടേബിളിൽ ഞാൻ കാണിച്ചിട്ടുള്ളത്. അത് ഞാൻ എല്ലാം നീട്ടി വലിച്ച് വെറുതെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം, അല്ലെ. അപ്പോൾ ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അതുപോലെ തന്നെ ഈ കട്ട് ഓഫിലോട്ട് ഒന്ന് കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണാം കട്ട് ഓഫ് വളരെ കുറവാണ്, അല്ലെ. സാധാരണ ഒരു PSC എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു കട്ട് ഓഫിനെക്കാളും വളരെ കുറവുള്ള ഒരു കട്ട് ഓഫാണ് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. പക്ഷെ ഈ കുറഞ്ഞ കട്ട് ഓഫ് കണ്ടിട്ട് നമ്മൾ ഇനി വരാൻ പോകുന്ന പരീക്ഷയും ഇത്ര നിസ്സാരമായിട്ടുള്ളത് അല്ലെങ്കിൽ ഇത്ര ചെറിയ കട്ട് ഓഫ് ആണെന്ന് നമ്മൾ വിചാരിച്ചിരിക്കരുത്. കാരണം ഇത് വളരെ വർഷങ്ങൾക്ക് മുന്നേ നടന്നൊരു എക്സാമിന്റെ കട്ട് ഓഫ് ആണ് നമ്മൾ കാണുന്നത്, അല്ലെ. 2016 വിളിച്ച് 2018 നടന്ന ഫിസിക്കൽ സയൻസിന്റെ കട്ട് ഓഫ് ആണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇനിയൊരു പരീക്ഷ, നമ്മൾ ഇന്നലെ കണ്ട സിലബസ് പ്രകാരം ഇനിയൊരു പരീക്ഷ വരുവാണെങ്കിൽ ആ പരീക്ഷയ്ക്ക് ഇതിനെക്കാട്ടിലും വളരെയധികം ഉയർന്ന കട്ട് ഓഫ് തന്നെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. കാരണം മറ്റൊന്നുമല്ല, കാൻഡിഡേറ്റ്സിന്റെ എണ്ണം കൂടുതലാണ്, ഇപ്പോൾ ഉള്ള റിസോഴ്സസിന്റെ എണ്ണവും വളരെ കൂടുതലാണ്, അല്ലെ. തുടങ്ങിയ പല പല കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഇന്നത്തെ നിലവിൽ നമുക്കുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ കട്ട് ഓഫ് ഉയരാൻ തന്നെയാണ് സാധ്യത. അതുപോലെ എക്സാമിന്റെ ലെവലും ഉയരാൻ തന്നെയാണ് സാധ്യത. കാരണം നമ്മൾ കാണുന്നുണ്ട്, അല്ലെ, PSC ഓരോരോ പരീക്ഷ കഴിയും തോറും വീണ്ടും അവരുടെ ക്വസ്റ്റ്യനുകളൊക്കെ തന്നെ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി വരാൻ പോകുന്ന പരീക്ഷയും വളരെയധികം ഉയർന്ന നിലവാരത്തിലുള്ള പരീക്ഷയായിട്ട് തന്നെ നമുക്ക് നമ്മൾ മുൻകൂട്ടി കാണേണ്ടതുണ്ട്. അപ്പം പ്രിപ്പറേഷനും അതുപോലെയൊക്കെ തന്നെ നമ്മൾ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സിലബസ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നിടത്ത് ഏതൊക്കെ NCERT ചാപ്റ്റേഴ്സ് കൂടെ പഠിക്കണം എന്നൊക്കെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ തുടർന്നുള്ള നമ്മുടെ വീഡിയോസിൽ ഇതുപോലെ ഈ NCERT ചാപ്റ്ററിൽ നിന്ന് വരുന്ന ടോപ്പിക്കുകൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അടുത്തത് പല ജില്ലകളുടെ നിയമന നിലയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പൊ ആദ്യം ഇതിനകത്ത് നോക്കുവാണെങ്കിൽ കണ്ണൂർ ജില്ല, അല്ലെ. കണ്ണൂർ ജില്ലയുടെ ടോട്ടൽ അഡ്വൈസ് പോയിക്കുന്ന നോക്കിക്കേ, 76 അഡ്വൈസ് ആണ് പോയിട്ടുള്ളത്. അത് ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് 28/10/2023 ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കേ, റാങ്ക് അപ് ടു വിച്ച് അഡ്വൈസ്, അപ്പം എത്ര റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പല പല കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഓപ്പൺ കാറ്റഗറിയിൽ 47ാമത്തെ റാങ്ക് വരെയാണ് അഡ്വൈസ് പോയിട്ടുള്ളത്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാണ് കണ്ണൂർ ജില്ലയുടെ നിലവിലെ ഉള്ള, അതായത് ലാസ്റ്റ് ഫിസിക്കൽ സയൻസ് വിളിച്ചപ്പോഴുള്ള നിയമന നില എന്ന് പറയുന്നത്. അടുത്തത് നോക്കുവാണെങ്കിൽ ഇവിടെ കൊല്ലം ജില്ലയുടെ, അല്ലെ, കൊല്ലം ജില്ലയുടെ 80ഓളം അഡ്വൈസുകളാണ് പോയിട്ടുള്ളത്. അതുപോലെ ലാസ്റ്റ് അഡ്വൈസ് 17/10/2023 വിളിച്ചിട്ടുള്ളത്. അതിൽ റാങ്ക് നിലവാരം നോക്കുവാണെങ്കിൽ ഓപ്പൺ കാറ്റഗറിയിൽ 56ാമത്തെ റാങ്ക് വരെയാണ് അഡ്വൈസ് പോയിട്ടുള്ളത്. അടുത്ത് നോക്കാം മലപ്പുറം, അല്ലെ. മലപ്പുറത്ത് 240 അഡ്വൈസ് പോയിട്ടുണ്ട്. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്വൈസ് എന്ന് പറയുന്നത് നോക്കിക്ക് 28/10/2023 അതുപോലെ ഓപ്പൺ കാറ്റഗറിയിൽ റാങ്ക് നോക്കുവാണെങ്കിൽ 185ാമത്തെ റാങ്ക് വരെയാണ് അഡ്വൈസ് പോയിട്ടുള്ളത്. അടുത്തത് കാസർഗോഡ്, അല്ലെ. കാസർഗോഡ് ഇവിടെ 70+8 ടോട്ടൽ അഡ്വൈസുകളാണ് പോയിട്ടുള്ളത്. ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് 14/11/2024 ഓപ്പൺ കാറ്റഗറി നോക്കുവാണെങ്കിൽ, അതായത് റാങ്ക് നോക്കുവാണെങ്കിൽ 44ാമത്തെ റാങ്ക് വരെയാണ് പോയിട്ടുള്ളത്. അടുത്തത് തൃശ്ശൂർ ജില്ല. തൃശ്ശൂർ ജില്ലയിലെ ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് 66 പോയിട്ടുണ്ട്.
ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് 10/10/2023 ഓപ്പൺ കാറ്റഗറി 41ാമത്തെ റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. അടുത്തത് ഇടുക്കി ജില്ലയിൽ എത്രയാണ്? 30 അഡ്വൈസുകളാണ് പോയിട്ടുള്ളത്. അതുപോലെ ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് 15/9/2023 ഓപ്പൺ കാറ്റഗറിയിലെ റാങ്ക് നോക്കുവാണ് 21 റാങ്ക് വരെയാണ് അഡ്വൈസ് പോയിട്ടുള്ളത്. അടുത്തത് തിരുവനന്തപുരത്ത് നോക്കിക്കേ 103 അഡ്വൈസുകളാണ് മൊത്തത്തിൽ പോയിട്ടുള്ളത്. ലാസ്റ്റ് അഡ്വൈസ് പോയത് 1/11/2023 ഓപ്പൺ കാറ്റഗറിയിലെ റാങ്ക് നോക്കുവാണ് 79ാമത്തെ റാങ്ക് വരെയാണ് അഡ്വൈസ് പോയിട്ടുള്ളത്. അടുത്തത് വയനാട് അല്ലെ, വയനാട് ജില്ലയിൽ 47 അഡ്വൈസുകളാണ് പോയിട്ടുള്ളത്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്വൈസ് നോക്കുവാണെങ്കിൽ 27/3/2023 അതുപോലെ തന്നെ ഓപ്പൺ കാറ്റഗറി റാങ്ക് 18ാമത്തെ റാങ്ക് വരെയാണ് അഡ്വൈസ് പോയിട്ടുള്ളത്. പിന്നീട് വരുന്നത് പാലക്കാട് ജില്ല അല്ലെ, പാലക്കാട് ജില്ലയിൽ ഏകദേശം 89ഓളം അഡ്വൈസുകളാണ് പോയിട്ടുള്ളത്. ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് 19/10/2023 ഓപ്പൺ കാറ്റഗറി റാങ്ക് 69 വരെയാണ് അഡ്വൈസ് പോയിട്ടുള്ളത്. ഇതാണ് പാലക്കാട് ജില്ല. അടുത്തത് ആലപ്പുഴ ജില്ലയിൽ നോക്കിക്കേ 25 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. അതിൽ തന്നെ 12/9/2023 ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത്. ലാസ്റ്റ് റാങ്ക് നോക്കുവാണെങ്കിൽ ഓപ്പൺ കാറ്റഗറിയിൽ 18ാമത്തെ റാങ്ക് വരെയാണ് അഡ്വൈസ് പോയിട്ടുള്ളത്. അടുത്തത് കോട്ടയം ജില്ലയിൽ വളരെ കുറവ് അഡ്വൈസുകൾ മാത്രമാണ് ഇവിടെ പോയിട്ടുള്ളത്. 10 അഡ്വൈസുകൾ മാത്രമേ പോയിട്ടുള്ളൂ. അതുപോലെ ലാസ്റ്റ് അഡ്വൈസ് വന്നിട്ടുള്ളത് 16/11/2022 മാത്രമാണ് ലാസ്റ്റ് അഡ്വൈസ് നടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഓപ്പൺ കാറ്റഗറി റാങ്ക് നോക്കുവാണെങ്കിൽ 5ാം റാങ്ക് വരെ മാത്രമേ അഡ്വൈസ് പോയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് കോട്ടയം ജില്ല എന്ന് പറയുന്നത് മൊത്തത്തിൽ കോഴിക്കോട് ജില്ലയിൽ 100 അഡ്വൈസ് ആണ് പോയിട്ടുള്ളത്. അതിലെ ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് 1/11/2023 ഓപ്പൺ കാറ്റഗറിയിൽ 77ാമത്തെ റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. അടുത്തത് പത്തനംതിട്ടയിലെ 9ാമത്തെ റാങ്ക് വരെയാണ് ഓപ്പൺ കാറ്റഗറിയിൽ പോയിട്ടുള്ളത്. ലാസ്റ്റ് അഡ്വൈസ് ഇവിടെ നോക്കിയാൽ കാണാം 3/10/2023 വരെയാണ് പത്തനംതിട്ടയിൽ അഡ്വൈസ് ലാസ്റ്റ് ആയിട്ട് പോയത്. അത് കഴിഞ്ഞ് ഇത്രയാണ് നമ്മൾ ജില്ലകളുടെ നിലവിലെ നിയമനില എന്ന് പറയുന്നത്. ഇതിൽ എറണാകുളം ജില്ലയുടെ ഇപ്പം ഞാൻ സൈറ്റിൽ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് കാണാൻ സാധിച്ചില്ല. സൈറ്റിൽ ആ ഒരു പേജ് എറർ എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. അത് ഞാൻ വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. വരുന്ന വീഡിയോയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പം എറണാകുളം ജില്ലയുടെ നിലവിൽ ഇപ്പം ഞാൻ പറഞ്ഞതിലില്ല, 13 ജില്ലകൾ മാത്രമേ ഉള്ളൂ ഇപ്പം നിലവിൽ ഈ ഒരു നില കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്കും സൈറ്റിൽ കയറി നോക്കാം. അതാണ് ഞാൻ അടുത്ത കാണിക്കാൻ പോകുന്നത്, എങ്ങനെ നമുക്ക് സൈറ്റിൽ കയറി നോക്കാവുന്നത്. അപ്പൊ നിങ്ങൾ നേരെ നിങ്ങളുടെ ഗൂഗിൾ അല്ലെങ്കിൽ ക്രോമിൽ പോയിട്ട് സെർച്ച് ചെയ്യുക. എന്താണ് സെർച്ച് ചെയ്യേണ്ടത്? കേരള PSC അല്ലെങ്കിൽ PSC സ്റ്റാറ്റസ് ഓഫ് പോസ്റ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. അപ്പോൾ വരുന്ന ആദ്യത്തെ റിസൾട്ട് തന്നെ ആ റിസൾട്ട് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. ഈ പേജിൽ എന്താണുള്ളത്? എൻ്റർ നെയിം ഓഫ് പോസ്റ്റ് ഓർ കാറ്റഗറി നമ്പർ ടു സെർച്ച് അല്ലെ, നിങ്ങൾക്ക് ഒന്നെങ്കിൽ കാറ്റഗറി നമ്പർ അല്ലെങ്കിൽ പോസ്റ്റിന്റെ പേര് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഗോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് നമ്മുടെ ഈ ഒരു ലാസ്റ്റ് നടന്ന HSA ഫിസിക്കൽ സയൻസിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 227/2016. ഈ ഒരു കാറ്റഗറി നമ്പർ നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അപ്പൊ തന്നെ അവിടെ ഈ HSA ഫിസിക്കൽ സയൻസ് എന്ന് പറഞ്ഞ ഒരു പേര് താഴെ വരും. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഗോ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതുപോലത്തെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. ഈ പേജിൽ നോക്കാം, ഇതിൽ 2016 വിളിച്ചിട്ടുള്ള പരീക്ഷയായിരുന്നു. അപ്പം ഡിസ്ട്രിക്ട് വൈസ് ആണ് നടന്നിട്ടുള്ളത്. അതിൽ ഇവിടെ നമുക്ക് സെലക്ട് ഡിസ്ട്രിക്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓരോരോ ഡിസ്ട്രിക്റ്റുകളുടെ പേര് ഇവിടെ വന്നു. ഇതിൽ നമുക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ജില്ലയുടെ പേര് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഇപ്പം തിരുവനന്തപുരം ജില്ലയാണ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ അതേ തിരുവനന്തപുരത്തിന് എനിക്ക് കാണാം. ഇവിടെ നോക്കിക്കേ, തിരുവനന്തപുരത്തിന്റെ ഷോർട്ട് ലിസ്റ്റ്, റാങ്ക് ലിസ്റ്റ്, അഡ്വൈസ് ഡീറ്റെയിൽസ് കണ്ടോ, എല്ലാം അവിടെ തന്നെ. അപ്പം ഷോർട്ട് ലിസ്റ്റും റാങ്ക് ലിസ്റ്റും PDF ആയിട്ടാണ് ഉണ്ടാവുക. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അത് PDF നമ്മുടെ ഫോണിലാണെങ്കിൽ അവിടെ ഡൗൺലോഡ് ആയിട്ട് വരും. അത് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാവുന്നതാണ്. റാങ്ക് ലിസ്റ്റും അതുപോലെ തന്നെ. അഡ്വൈസ് ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് വെച്ചാൽ അഡ്വൈസ് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലത്തെ നമ്മൾ നേരത്തെ കണ്ട ഇതുപോലൊരു പേജ് ഓപ്പൺ ആയിരിക്കും. അതിൽ നമുക്ക് അഡ്വൈസ് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അപ്പൊ ഇതുപോലെയാണ് നിങ്ങൾക്കും ഇതുപോലെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഷോർട്ട് ലിസ്റ്റ്, റാങ്ക് ലിസ്റ്റ്, അതുപോലെ അഡ്വൈസ് ഡീറ്റെയിൽസ്. ഇതൊക്കെ നിങ്ങൾക്കും സൈറ്റിൽ കയറി കാണാവുന്നതാണ്. അപ്പൊ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഇതുമായിട്ട് റിലേറ്റഡ് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യാവുന്നതാണ്. ഇത് ഹെൽപ്ഫുൾ ആണെങ്കിലും നിങ്ങൾക്ക് അതും പറഞ്ഞ് കമന്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു. ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് മൈ വീഡിയോ. താങ്ക് യു.